നമ്മളെല്ലാം കഴിക്കുന്ന ആഹാരത്തിന് പിന്നിലൊരു നേർക്കും. ആഹാരത്തിന്റെ സ്ഥൂല അംശമാണ് മലമായി പുറത്തു പോകുന്നത്. അതിന്റെ രണ്ടാമത്തെ അംശമാണ് ശരീരമായി പരിണമിക്കുന്നത്. നമ്മുടെ കോശങ്ങളുടെ മൈറ്റോസിസിന് കാരണമായി തീരുന്നത് ആഹാരമാണ്. ആഹാരത്തിന്റെ ഓരോ തരം രാസപദാർത്ഥങ്ങൾ രാസീയങ്ങളായ പരിണാമത്തിലൂടെ ശരീരത്തെ ഉത്തേജിപ്പിച്ചാണ് വികാരങ്ങളും വിചാരങ്ങളും ഉള്ളതായി വരുന്നത്. അതിൽ ആഹാരത്തിന്റെ ഏറ്റവും വലിയ സൂക്ഷ്മാംശമാണ് മനസ്സ്. ആഹാരത്തിന്റെ സൂക്ഷ്മാംശം മനസ്സ്, ആഹാരത്തിന്റെ തൊട്ട് പുറകെയുള്ള അംശം ശരീരം, ഏറ്റവും സ്ഥൂലമായ അംശം മലം. അതുകൊണ്ട് ആഹാരം മുഴുവൻ മലമായി പോകുന്നില്ല. ആ ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ അത് ഉൽപ്പാദിപ്പിച്ചവന്റെ മനസ്സ് അതിൽ കടന്നു. കാരണം അവനവന്റെ കുഞ്ഞിനെ വളർത്തുന്ന പോലെ ആയിരുന്നു വളർത്തുന്നത് ഈ നെല്ലും ഗോതമ്പും ഒക്കെ. നമ്മൾ സ്കൂളിൽ ഓടി നടന്ന് കളിക്കുമ്പോൾ, നമ്മളെ കുറെ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ, നമ്മൾ ഈ രാജ്യത്തോട് ഓടി നടക്കുമ്പോഴെല്ലാം അവൻ പാടത്ത് വെയിലുകൊള്ളുക. ആ ചേനയുടെ കൂടെ അവന്റെ വിയർപ്പിന്റെ സന്തതമായ ഗന്ധം കടന്നുകൂടി ഒരു മനസ്സ് അദൃഷ്ടമായി ആശ്രയമായി അതിൽ കടന്നു. അതിനാശ്രയം എന്ന് പറയും. അത് കഴിക്കുമ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് നിഷേധിച്ചിട്ട് കഴിച്ചാൽ ആ വസ്തുവും വേണ്ട എന്ന ശബ്ദവും മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തും. പിന്നീട് എപ്പോഴെങ്കിലും ആ ഭക്ഷണം കാണുമ്പോൾ ഡെഫിക്കേറ്റിംഗ് സെന്ററിൽ അതിന് ഉത്തേജനം ഉണ്ടാവുകയും ഛർദ്ദിക്കുകയും ചെയ്യും. രോഗങ്ങൾ വളരെ ഉണ്ടാകാൻ ഫാഗോസൈറ്റ്സ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ ഓട്ടോടോക്സിനുകൾ വന്നു നിറയും. നമ്മുടെ ശരീരത്തിന് അതിന്റെ മനസ്സിന്റെ ചിന്താധാരയിൽ നിന്ന് വിഷത്തെ ഉൽപ്പാദിപ്പിക്കുവാനും അമൃതിനെ ഉൽപ്പാദിപ്പിക്കുവാനും കരുത്തുണ്ട്. ഓർമ്മകളെ ഉത്തേജിപ്പിക്കുവാനും മറവിയെ ഉത്തേജിപ്പിക്കുവാനും കരുത്തുണ്ട്. പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ ഒരു വിസ്മൃതി വരണമെങ്കിൽ ഈ മനസ്സൊന്ന് വിചാരിച്ചാൽ മതി. നല്ല പോലെ പഠിച്ചതാ, കയറിയിരുന്ന് എഴുതാൻ നേരത്തെ മറന്നു. എഴുതി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ ഓർമ്മയുണ്ട്. അച്ഛൻ വിചാരിച്ചിട്ടും അമ്മ വിചാരിച്ചിട്ടും പഠിപ്പിച്ചവൻ വിചാരിച്ചിട്ടും നമ്മുടെ അഹന്ത കൊണ്ടും പറ്റാത്തതാണോ? മറ്റൊരുത്തൻ ചെന്ന് കയറി, അവൻ എഴുതി. ആകെ ചോദ്യത്തിന്റെ 1/3 കൊണ്ട് മുഴുവൻ മാർക്കും കിട്ടുമെന്ന ചോദ്യ പേപ്പറിൽ എഴുതിയിരിക്കുന്നു. അവൻ ഉത്തരം എഴുതാൻ തുടങ്ങിയപ്പോഴേ എഴുതി 1/3 ഉത്തരം കൊണ്ട് മുഴുവൻ മാർക്കും കിട്ടുമെന്ന്. പിടിയിട്ടില്ല. എന്റെ ചോദ്യത്തിന്റെ ഞാൻ എഴുതിയിരിക്കുന്നതിന്റെ 1/3 കൊണ്ട് മുഴുവൻ മാർക്ക് കിട്ടണം. നിങ്ങൾ തന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണവും തെറ്റില്ലെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ട് തന്നെ ഇറങ്ങി പോകുന്നു. ഇനി ഇത് പേപ്പർ വായിച്ച് നോക്കുമ്പോൾ ഇതിന്റെ കടലാസ് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സ്മൃതി അങ്ങനെ നിൽക്കണമെങ്കിൽ, ചരട് പിടിച്ച പോലെ നിൽക്കണമെങ്കിൽ മനസ്സാവട്ടെ. മനസ്സ് എവിടെ നിന്നാണ് ഈ ഉത്തേജിത വസ്തുവിനെ സ്വീകരിക്കുന്നത്? ആ ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നവനെയും അവന്റെ പിള്ളേരെയും അവന്റെ ആളുകളെയും കാണുമ്പോൾ അവരുടുത്തിരിക്കുന്നത് മോശമാണ്, അവന്റെ സഞ്ചാരം മോശമാണ്. നമ്മൾ വളരെ ഉയർന്നാണ് നിൽക്കുന്നത്. വീട്ടുമുറ്റത്ത് വെച്ചൊരു കുഞ്ഞ് അവനെ കയറി എടാ എന്ന് വിളിക്കുമ്പോൾ, 60 ആ വയസ്സിനെ ആഹാരം ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ എടാ എന്ന് വിളിക്കുമ്പോൾ ആ ശബ്ദം അവന്റെ മസ്തിഷ്കത്തിലല്ല തട്ടുന്നത്, അവൻ കൊണ്ടുതന്ന അരിയിലാണ് തട്ടുന്നത്. ആ അരി അവന്റെയാണ്. ആ അരി കേൾക്കും. ആ അരിയുടെ സൂക്ഷ്മഭാവം നമ്മുടെ മനസ്സിലെത്തും. ആ മനസ്സിൽ ഓട്ടോടോക്സിനുകൾ വിതയ്ക്കും. നമ്മുടെ ഓർമ്മയെ തട്ടിക്കളയും. ഇങ്ങനൊരു മനഃശാസ്ത്രം സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടോ? എ റെയർ പോസിബിലിറ്റി, എ വെരി റെയർ പോസിബിലിറ്റി. ഉണ്ടോ? ഉണ്ടോ? അവന്റെ വേർപ്പാണ് ഞാൻ കഴിക്കുന്നത്, അവനെയാണ് ഞാൻ നിന്ദിക്കുന്നത്.
അച്ഛന്റെയാണ് ബീജം. അച്ഛനെയാണ് ഞാൻ വഴക്കുണ്ടാക്കി ചീത്ത വിളിക്കുന്നത്. ഞാനെന്ന് പറയുന്ന ഒരു സാധനം അച്ഛന്റെ ബീജവും അമ്മയുടെ അന്തവുമാണ്. അച്ഛനെ ഞാൻ ചീത്ത വിളിക്കുന്നു. പുറത്തുള്ള അച്ഛൻ ക്ഷമിക്കുന്നു. അച്ഛൻ എന്നോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ അഹങ്കാരിയായി വളരുന്നു. പുറത്തുള്ള അച്ഛൻ എന്നെ ഒന്നും ചെയ്യില്ല. കാരണം സ്നേഹം കാരണം, എന്റെ വളർച്ച കാരണം. പക്ഷെ അച്ഛൻ എന്നിൽ കടത്തിവിട്ട ബീജമെന്നൊരു അച്ഛനുണ്ട്. എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ ആ നിൽക്കുന്നയാൾ ഏതോ ഒരു നിമിഷത്തിൽ ആഗ്രഹിച്ച് ആഗ്രഹത്തിന്റെ ഫലമായി എന്റെ അമ്മയോട് ചേർന്നിട്ട് ഞാനായി രൂപാന്തരപ്പെട്ടതാണ്. അതിന്റെ അസംസ്കൃത പദാർത്ഥം അദ്ദേഹം നിക്ഷേപിച്ച ബീജവും അമ്മയുടെ അണ്ടവുമാണ്. ആ അമ്മയെ, അച്ഛനെ ഞാൻ എപ്പോഴെങ്കിലും നിഷേധിക്കുമ്പോൾ ആ ആദിമമായ യുഗ്മകം സൈഗോട്ട് അതതിന്റെ പരിണാമ പ്രക്രിയയിൽ മൈറ്റോസിസിന് വിധേയമായി വളരുമ്പോൾ ആ മൈറ്റോസിസിന്റെ രംഗവേദിയിൽ എപ്പോഴെങ്കിലും അബറേഷൻസ് ഉണ്ടാകുമോ? ജനറ്റിക് അബറേഷൻസ്. ഇതാ മൂല്യത്തിന്റെ മനഃശാസ്ത്രം. ഇതാ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ മനഃശാസ്ത്രം. ഭാരതീയമായ ചിന്തയിൽ ഇത് മാത്രമാണ്. അതിനുള്ള രസായനം കൃതജ്ഞതയാണ്. നമ്മൾ സേവനം ചെയ്യുന്നത് നമുക്ക് അബറേഷൻസ് ഉണ്ടാകാനുള്ള കൃതജ്ഞതാപരമായ രസായന സേവയാണ്. അത് തിന്നുന്നത് നമ്മളാണ്, വാങ്ങുന്നവനല്ല. എന്നോടോ നിങ്ങളോടോ 10 രൂപ വാങ്ങുന്ന ഒരുവൻ കുനിഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല. എന്റെ കോശങ്ങൾ ശരിയാകാൻ ഞാൻ അവനെ ഉപയോഗിക്കുകയാണ്. അവൻ തല ഉയർന്നു നിൽക്കണം, ഞാൻ തല കുനിഞ്ഞു നിൽക്കണം. അവന് ഞാൻ അന്നത്തെ ദാനം ചെയ്യുമ്പോൾ അവന്റെ പാദങ്ങളെ ഞാൻ കഴുകുന്നത് ഞാൻ ഉയർന്നു. ഇന്നലെയല്ല, ഞാൻ താഴ്ന്നു നിൽക്കുകയും അവൻ ഉയർന്നു നിൽക്കുകയും ചെയ്യണം. എനിക്കായി നിന്ന് തന്നെ ആ ഈശ്വര സ്വരൂപത്തിനോട്. മൂല്യത്തിന് ഇങ്ങനൊരു മനഃശാസ്ത്രം. അല്പെങ്കിലും ശരി പോലെ നിങ്ങളുടെ പുസ്തകങ്ങൾ തുന്നിയവർ, അതിന് പേപ്പർ ഉണ്ടാക്കിയ ജോലിക്കാർ, അത് നിങ്ങൾക്ക് കൊണ്ടു നടക്കാനുള്ള വായു, നിങ്ങൾ സഞ്ചരിക്കുന്ന വണ്ടി കണ്ടെത്തിയവൻ, അതിന്റെ പെട്രോൾ കുഴിച്ചെടുത്തവൻ, നിങ്ങൾക്ക് നിത്യവും കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കി തന്നവൻ, എന്താണ് നിങ്ങൾ ഈ ലോകത്തിന് കൊടുക്കുന്നത്? എന്തെല്ലാമാണ് നിങ്ങൾ ഈ ലോകത്തുനിന്ന് വാങ്ങിയത്? എത്ര കാലം കൊടുത്താൽ ഈ കടം കൊടുത്തു തീർക്കാൻ പറ്റും? 5 കടങ്ങളാണ് നാം വാങ്ങുന്നത്. പിതാവിൽ നിന്നുള്ള കടം, മാതാവിൽ നിന്നുള്ള കടം, 2-1. പിതൃ-ഋണം. എന്തെല്ലാം അറിവി ലോകങ്ങളിൽ നിന്ന് സമ്പാദിക്കുന്നു, അത് അറിവിന്റെ ലോകങ്ങളിൽ വിരാജിച്ചവരുടെയാണ്. കൃഷി-ഋണം. എത്രയായിരം ജീവജാലങ്ങളാണ് ഈ ഭൂമിയെ സേചനം ചെയ്ത് ഭംഗിയാക്കിയത്, ചെറിയ ജീവി മുതൽ. ദേവ-ഋണം. ഈ 3 ശ്രുതി പറയുന്ന പ്രാഥമികങ്ങളായ 3 കടങ്ങൾ. ഇതിനുള്ള പ്രത്യുപകാരം കൃതജ്ഞതയാണ് സേവനത്തിന്റെ ലോകം. പിതൃയജ്ഞം. എനിക്ക് തൊട്ടു മുമ്പുള്ളതുവരെ എന്തെല്ലാം എന്റെ പിതൃഭാവത്തിൽ എനിക്ക് ആഹാരമായി, അന്നമായി വന്നിട്ടുണ്ടോ, ആ മനുഷ്യർക്ക് മുഴുവൻ ചെയ്യുന്ന എല്ലാ സേവനവും പിതൃയജ്ഞത്തിന്റെ പട്ടികയിൽ പെടും. അറിവിന്റെ ലോകങ്ങൾ ഞാൻ എവിടെ നിന്നെല്ലാം പുലുകിയോ അത് മുഴുവൻ ബ്രഹ്മയജ്ഞത്തിന്റെ പട്ടികയിൽ പെടും. അത് ഞാൻ തിരിച്ചു കൊടുക്കുമ്പോഴാണ്, ഞാൻ പഠിച്ചതെല്ലാം തിരിച്ച് ലോകത്തിന് കൊടുക്കുമ്പോഴാണ് ആ കടം തീരുന്നത്. ഏതെല്ലാം സൂക്ഷ്മജീവികൾ, ഞാൻ എന്ന് സ്ഫുരിക്കുന്ന ഒരു ചൈതന്യമില്ലാത്ത ഒരു ജന്തുവും ഒരു സസ്യവുമില്ല. ഒരു റോസയ്ക്ക് പശു വരുമ്പോൾ ഓടാനാവില്ല, ഒരു മുല്ലയ്ക്ക് ഓടിപ്പോവാനാവില്ല. നിങ്ങൾ പശുവോ പട്ടിയോ കാളവണ്ടിയോ ലോറിയോ വന്നാൽ ഓടിപ്പോവും. നിന്ന നിപ്പിൽ നിൽക്കുന്ന അത്
ആ വരുന്ന ജീവിയെ ആകർഷിക്കാൻ ഒരു സുഗന്ധം പരത്തുവാൻ അതിന്റെ പൂവിലൊരു സങ്കേതത്തെ വെച്ചിട്ട് സുഗന്ധം പരത്തുമ്പോൾ ആ ജീവിയോടുള്ള സ്നേഹം പ്രതി അതിനെ പിന്തിരിപ്പിച്ച് തന്റെ നിലനിൽപ്പിനെ ഉണ്ടാക്കുക. ആ പൂവിന്റെ മനോഹാരിതയിലൂടെയാണ് ചിലപ്പോൾ അത് വിടുന്നത്. ആ മനോഹാരിത അത് ഉണ്ടാക്കുകയാണ്. അങ്ങനെ സ്വപ്നേ ധാതുവിൽ നിന്ന് മാനവ സ്വപ്നത്തെ അതിക്രമിച്ചു നിൽക്കുന്ന സ്വാപ്നികമായ തലത്തിൽ തന്നിലുള്ള ഹോർമോണുകളും എൻസൈമുകളും കൃത്യമായി വായിച്ച് എതിരാളിയെ വരെ സ്നേഹം കൊണ്ട് മാറ്റിവിടുന്ന ആ സസ്യത്തിൽ അപ്പോൾ സംഭവിക്കുന്ന പരിണാമം ഉപയോഗിച്ചാൽ മാനവനെതിരായി വരുന്ന എല്ലാ കൃമികീടങ്ങളെയും വൈറസുകളെയും അമീബകളെയും വരെ മാറ്റാമെന്നുള്ള ഒരു വൈദ്യശാസ്ത്രം ഇന്ത്യക്കുണ്ട്, ആയുർവേദം. ലോകത്തോടെ ഏത് ക്യാൻസർ വന്നാലും ഒരു കുറച്ച് മുല്ലപ്പൂവും കുറച്ച് റോസപ്പൂവും തേങ്ങാപ്പാലിൽ അരച്ചം കൊടുത്താൽ എന്നോട് കാശൊന്നും വേണ്ട. ആദ്യം ചെയ്താൽ വേഗം പോകും, എന്നിട്ട് പോയി പരിശോധനയൊക്കെ നടത്തിക്കുള്ളൂ. ഒരല്പം തിരുതാടിയും മുത്തലും പച്ചമഞ്ഞളും കൂടെ നീരെടുത്ത് പിഴിഞ്ഞ് ഒരല്പം കൽക്കണ്ട ചേർത്ത് അലിപ്പിച്ചിറങ്ങിയാൽ ഏത് തൊണ്ടയിലെ ക്യാൻസറും സിമ്പിളാണ്. അതവിടെ നിന്നാണ്. സസ്യങ്ങൾക്ക് വരെ ഈ ടെക്നോളജി സമാജ സൃഷ്ടി എന്തേ പഠിച്ച നമുക്കില്ലാതായി. ബുദ്ധിജീവികളെന്ന് നടിക്കുന്ന നമുക്ക് എന്തേ നഷ്ടമായി. അപ്പൊ ഇതിന്റെ മനഃശാസ്ത്രം നമ്മുടെ മനസ്സിന്റെ ചാരുതയും ആനന്ദവും നാളെ നമ്മുടെ മനസ്സിന് എത്തിച്ചേരേണ്ടതുള്ള ലോകങ്ങളുമാണ്. മനസ്സിനെ സുവർണദ്വീപിലേക്ക് എത്തിക്കുന്നത്, മണിദ്വീപിലേക്ക് എത്തിക്കുന്നത് ഈ സേവനം ഒന്ന് മാത്രമാണ്. പൂർത്തകർമ്മങ്ങൾ ഒന്ന് മാത്രമാണ്. സേവനം ഭാരതീയ ചിന്തയിൽ, അത് ഞാൻ പറഞ്ഞതിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ ഭാരതീയ ചിന്തയിൽ സേവനത്തിന്റെ കാഴ്ചപ്പാട് ആത്മാവിന്റെ ചക്ഷുസ് എന്ന് വിളിക്കുന്ന, ഡയലക്റ്റിക്കൽ എന്ന് പറയാവുന്ന, അതിനുള്ള ഭാരതീയ പദം പാരസ്പര്യമെന്നാണ്. മാംസചക്ഷുസുകൾക്ക് കാണാനാകാത്ത ആത്മചക്ഷുസിന് കാണാവുന്ന പാരസ്പര്യം. ജീവജാലങ്ങളോടെല്ലാം അത് പുലർത്തി അവയെ മുഴുവൻ അകാരണമായി അനാവശ്യമായി ഒരു ജീവിയെ പോലും ഹിംസിക്കാതെ വേണം ആ ജീവിതം കൊണ്ടുപോകാൻ. പക്ഷെ ഇതിന് തടസ്സം നിൽക്കുന്നത് നമ്മൾ വളർത്തിയെടുത്ത ഒരു അസൂയയാണ്. 18ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ വ്യാവസായിക വിപ്ലവത്തിന്റെ ആവിർഭാവത്തോടുകൂടി പുരോഗതിയെ കൊണ്ടുപോയി തളച്ചത് അസൂയയുടെയും മത്സരത്തിന്റെയും രംഗവേദിയാണ്. ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ ജാതി പ്രസ്ഥാനങ്ങളും, എല്ലാ സമുജ്വലങ്ങളായ സാമ്പത്തിക പ്രസ്ഥാനങ്ങളും അതിന് ബീജാവാപം ചെയ്തത് അസൂയയിൽ നിന്നാണ്. അവ പ്രവർത്തിക്കുന്ന മണ്ഡലം മുഴുവൻ അസൂയയാണ്. അതുകൊണ്ട് വീക്ഷണം ചുരുങ്ങിപ്പോകും. കുടുംബങ്ങൾ അസ്തമിക്കുകയും ന്യൂക്ലിയർ ഫാമിലികൾ വരികയും ചെയ്തു. ഭാര്യയുടെ അന്തരംഗവും ഭർത്താവിന്റെ അന്തരംഗവും തൊഴിൽപരമായ ഒരു അസൂയയിലേക്കാണ് ഒഴുകി വീണത്. എന്റെ ആദ്യത്തെ ചോദ്യത്തിന് കൈമുക്കിയ ആളുകളിൽ ഭൂരിപക്ഷം കുടുംബങ്ങളിൽ എല്ലായിടവും നമ്മൾ തെറ്റാണ്. ജോലിക്ക് പോകുന്ന ഭർത്താവ് 1-ാം തീയതിയോ 30-ാം തീയതിയോ ശമ്പളം കിട്ടുമ്പോൾ കിട്ടുന്ന പൈസ പലപ്പോഴും കൊണ്ടുവന്ന് വീട്ടിൽ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക പതിവ്.
പുറത്തേക്ക് പോയി എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുമ്പോൾ ഭാര്യയോട് പറയും, വാങ്ങിക്കാൻ കടയിൽ പോവാണ്, എന്തൊക്കെയാ വാങ്ങിക്കേണ്ട ലിസ്റ്റ് ഇതാ, പൈസ എടുത്തോണ്ട് വാ. ശരിയുണ്ടോ? പുറകില് ശരിയുണ്ടോ ഞാൻ പറഞ്ഞത്? ശരിയില്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കുന്നത് തെറ്റാണ്. ശരിയുണ്ടോ? മറുപടിയില്ല. ഞാൻ പറഞ്ഞത് ശരിയായിരിക്കുമോ? ശരിയാണോ? അവിടെ ഭർത്താവിന്റെ പണമെന്നൊരു തോന്നൽ അന്ന് ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നില്ല. ശമ്പളം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമ്പോ ഞാൻ കൊണ്ടുവന്നതാണെന്നുള്ളൊരു അഹന്തയും അയാൾക്കും ഉണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയിൽ ധനവും തൊഴിൽപരമായ മാന്യതയും രൂപാന്തരപ്പെട്ടപ്പോൾ അസൂയ രൂപാന്തരപ്പെടാൻ തുടങ്ങി. എനിക്കും ഒരു വരുമാനം വേണം മാസാമാസമെന്ന് സ്ത്രീ ചിന്തിക്കാൻ തുടങ്ങി. നിങ്ങളുടെ മൂല്യം പോയ മൂലകൾ നോക്കിയാൽ 50,000 കൊടുത്ത് LKG അഡ്മിഷൻ വാങ്ങിച്ചു, പുസ്തകങ്ങൾ മുഴുവൻ വാങ്ങിത്തന്ന്, രാവിലെ ആഹാരവും പൊതിഞ്ഞു തന്ന്, വരുന്ന വണ്ടിക്ക് കാശ് കൊടുത്ത് നിങ്ങളെ വിടുന്ന അച്ഛനും അമ്മയും ഈ ചെയ്യുന്നതൊന്നും വാല്യമല്ലാതെ വരുന്നത് നിങ്ങളുടെ അമ്മാവനോ അച്ഛനോ നിങ്ങളുടെ അച്ഛന്റെ പരിചയക്കാരനായ ഒരുവനോ ഒരു സ്വാമിയോ അല്ലെങ്കിൽ ഒരു പുരോഹിതനോ ആരെങ്കിലും വീട്ടിൽ വന്ന് നിങ്ങളുടെ പഠിത്തത്തിനിടയിൽ ഒരു പേന തന്നാൽ അതിന്റെ വലിപ്പത്തിൽ നിങ്ങൾ അഭിമാനിക്കുമ്പോൾ അവർ തന്നതിനെയൊക്കെ നിരസിക്കുന്ന ഒരു രംഗവും. ഇങ്ങനെ സമ്മാനം കൊടുക്കുന്ന പതിവും എങ്ങനെ സമ്മാനം വാങ്ങുന്ന പതിവും അച്ഛനമ്മമാർ തന്നെ വാങ്ങിച്ചു മോളെ അത് സമ്മാനമായി കിട്ടിയതല്ലേ എന്ന് പറയുന്ന പങ്കും ഈ അസൂയ നിങ്ങളിൽ വർദ്ധിപ്പിക്കാൻ അവർ തന്നെ ഇതെടുത്ത് ഇടയ്ക്കിടയ്ക്ക് പൊക്കിക്കാണിക്കുന്ന പതിവും പിന്നീട് ഇതിന്റെ പേരിൽ അവരെ തന്നെ നിങ്ങൾ ചീത്ത പറയുന്ന പങ്കും ഒക്കെ ഉണ്ടെന്നാണ് എന്റെ ധാരണ. സാമൂഹികമായ മുന്നേറ്റങ്ങളൊന്നും മൂല്യത്തെ പ്രതിഷ്ഠിതമാക്കുകയല്ല ചെയ്യുന്നത്, മൂല്യത്തിന്റെ തായ്വേര് അറക്കുകയാണ്. ശരി പോലെ തോന്നുന്നുണ്ടോ? ശരി പോലെ തോന്നുന്നുണ്ടോ? അല്പമെങ്കിലും നിങ്ങൾ എനിക്ക് എന്താ തന്നിട്ടുള്ളത്? ഈ പേന പോലും എനിക്ക് ഇന്നയാൾ വാങ്ങിച്ചു തന്നാ പറയോ? ഇല്ല. അച്ഛൻ എന്താ വാങ്ങിച്ചു തന്നെ? ഈ നല്ല ഷർട്ട് അമ്മ വാങ്ങിച്ചു തന്നാ. അമ്മ നോക്കിക്കോ, ഇതെനിക്ക് അച്ഛൻ വാങ്ങിച്ചു തന്നാ. അമ്മ അന്നതിന് വില കുറവാ. അമ്മയെയും അച്ഛനെയും ഭിന്നിപ്പിച്ചാൽ പലതും നേടാം എന്ന് ചെറുപ്പത്തിലെ ധരിക്കുന്നതിലേക്ക് കുട്ടികൾ വളരില്ല. അങ്ങനെ കുടുംബത്തിനകത്ത് അച്ഛനെയും അമ്മയും വേർതിരിക്കാൻ പാകത്തിന് ഞങ്ങളൊക്കെ വന്ന് സംസാരിക്കുക. ഇത് മോൻ ആരാ വാങ്ങിത്തന്നെ? ഇതെന്റെ അച്ഛൻ വാങ്ങിച്ചെന്ന. അമ്മയൊന്നും വാങ്ങിച്ചെന്നില്ലേ? ഓ, അതൊരു സംഭാഷണത്തിലൂടെ കുട്ടിയുടെ മനസ്സിനെ മാറ്റുക. ഇങ്ങനൊരു 1000 മേഖലകളിലൂടെയാണ് ഇന്ന് നാം ഈ അവസ്ഥയിലെത്തിയത്. ഈ കുരുക്കുകൾ മുഴുവൻ ഒറ്റയടിക്ക് അടിക്കാൻ പറ്റില്ല, കണ്ടിച്ചു കളയാനേ പറ്റും. അതിനുള്ള എളുപ്പ വഴിയാണ് അതിന്റെ തത്വചിന്തയെ ഉൾക്കൊണ്ട്, അതിന്റെ മനഃശാസ്ത്രത്തെ ഉൾക്കൊണ്ട് നമ്മുടെ ഓരോ കോശത്തിനകത്തും നമുക്ക് വെളിയിലുള്ളതാണ് സ്ഫുരിക്കുന്നത്. അച്ഛനും അമ്മയും നാം കാണുന്ന ലോകവും ഈ എണ്ണമറ്റ സസ്യങ്ങളും ഈ ജന്തുക്കളും എല്ലാമാണ് അതിന്റെ അധ്വാനം കൊണ്ട് സ്ഫുരിക്കുന്നത്. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് അവയെ നമസ്കരിക്കാതെ
ഓരോ ദിവസവും അന്തിയാകുമ്പോൾ അവയെ നമസ്കരിച്ച് ഉറക്കത്തിലേക്ക് പോകാതെ ശാന്തി കിട്ടില്ല എന്ന് നിശ്ചയാത്മികയായ ഒരു ബുദ്ധി ഏതവനുണ്ടാകുന്നുവോ അവന്റെ കോശാന്തരങ്ങൾ അമൃതോപമങ്ങളായി തീരുകയും ആനന്ദം കളിയാടുകയും അവന്റെ ജീവിതരംഗം മുഴുവൻ എതിർച്ഛയാ തന്നെ വിജയിക്കുകയും ചെയ്യും. പ്രയത്നമില്ല. അവൻ പരീക്ഷയ്ക്ക് തലേ ദിവസം വലിയ കുത്തിയിരുന്ന് പഠിത്തം കഴിഞ്ഞ് പോകേണ്ടി വരില്ല. അവൻ അവിടെ ചെല്ലുമ്പോ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. അവനവിടെ എത്തുമ്പോ എഴുതാൻ അവന്റെ ഓർമ്മകൾ ഓടി വരും. ഇങ്ങനൊരു മനഃശാസ്ത്രം പ്രാചീനർക്കുണ്ട്. അപ്പൊ ഈ മനഃശാസ്ത്രവും നമ്മൾ ഉൾക്കൊള്ളാം. ഇനി സാമാജികവും പ്രാപഞ്ചികവുമായ സേവനം, സാമാജികമായ സേവനം മനുഷ്യന് ചെയ്യുന്നതാണ്. പ്രാപഞ്ചികമായ സേവനം ഈ ജീവജാലങ്ങൾക്ക് മുഴുവൻ ചെയ്യുന്നതാണ്. അന്തരീക്ഷത്തിൽ പുറത്തേക്ക് വരുന്ന വാക്ക് അത് അന്തരീക്ഷത്തെ ആകെ കലുഷിതമാക്കാവുന്നതാണ്, നന്നാക്കാവുന്നതാണ്. ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം എന്നൊരാചാര്യൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ശബ്ദം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക, പ്രസന്ന മധുരമായി ഉപയോഗിക്കുക, ചിന്തോദ്ദീപകമായി ഉപയോഗിക്കുക. ചില ആളുകള് ശബ്ദം പുറത്തേക്ക് വിട്ടാൽ അതിലൊന്നും കളയാനുണ്ടാവില്ല. ഏത് അരിപ്പയിൽ അരിച്ചാൽ അത് ചെറുപ്പത്തിലെ ശീലിക്കണം. വാക്കാണ് നിങ്ങളുടെ വ്യക്തിത്വം. മനസ്സ്, ഇന്ദ്രിയങ്ങള്, വാക്ക്, ഇതിന്റെ പ്രസന്നതയാണ് ആരോഗ്യം. ഭദ്രം കർണേഭി ശൃണുയാമ, നല്ല ഭദ്രമായി കേൾക്കണം. കേൾക്കുക എന്ന് പറഞ്ഞാൽ നല്ലപോലെ ശ്രദ്ധിച്ച് ശബ്ദം അകത്ത് ചെന്ന് ശബ്ദത്തിന്റെ ഒരു നിശബ്ദതയുണ്ട്. നിശബ്ദത മാത്രമേ സ്വീകരിക്കാവൂ. പക്ഷെ നമുക്കിന്നൊരു ശബ്ദം സ്വീകരിക്കാനൊരു മാർഗമുണ്ട്. കണ്ടു, പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നും നിഘണ്ടു ഇല്ലാത്തതുകൊണ്ട് വഴക്ക് കുറവാണ്. മനസ്സിലായില്ല? മറ്റു ജീവജാലങ്ങളെ എടുത്തു നോക്കിയാൽ നിഘണ്ടുവിന്റെ കുറവ് കൊണ്ട് അവയ്ക്ക് ഹൃദയവും തമ്മിൽ മനസ്സിലാവും. നമുക്ക് മനസ്സിലാവും. ഒരു ആപ്പിള് നിങ്ങൾ കെട്ടിത്തൂക്കുക, അതിൽ വിഷമുള്ളതാണ്. നിങ്ങൾ ഒരുപാട് പഠിച്ച കുട്ടികളാണ്. നിങ്ങൾക്കത് കൂടി തന്നാൽ തിന്നും, കഴുകാതെയും തിന്നും. ഒരീച്ച അതിന്റെ അടുക്ക കൂടെ പറഞ്ഞാൽ അതിന് മനസ്സിലാവും. അതതിന്റെ കെമിസ്ട്രി ഒന്നും പഠിച്ചിട്ടില്ല, അതിന് മനസ്സിലാവും അപകടമുള്ളതാണ്. അത് തിന്നില്ല. അത് അടുത്ത ഈച്ചയുടെ ചുണ്ടിൽ ചെന്ന് മുട്ടും. നേരെ വിളിച്ച് ആ ഈച്ചയെ നമ്മൾ വളർത്തി തുടങ്ങിയാൽ അത് തിന്നും. നമ്മൾ വളർത്തിയ പശു റബ്ബറിന്റെ ഇല തിന്നും, ചത്തും പോയി. നാട്ടിൽ അഴിച്ചുവിട്ട് നടക്കുന്ന പശു റബ്ബറിന്റെ ഇല തിന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ സ്വഭാവം നമ്മൾ വളർത്തി അതിനും വന്നു. അത് നിഘണ്ടു നോക്കി മനസ്സിലാക്കാൻ പറ്റും. അറിവ് നിഘണ്ടുക്കളിലാണെന്ന് ധരിക്കുന്നവരാണ്. ഭാര്യ ഒരു വാക്ക് പറഞ്ഞാൽ നിഘണ്ടുവിൽ നിന്നുള്ള അർത്ഥമനുസരിച്ച് ആ വഴക്ക് വരുന്നു. ആ സന്ദർഭം എന്താണ് അവൾ ഉദ്ദേശിച്ചത്, എന്തിനാണ് അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത് എന്നൊരു നിമിഷാർത്ഥം കൊണ്ട് ഹൃദയത്തിൽ നിന്നുണ്ടാകണമെങ്കിൽ ആദ്യം
എന്റെ ഭാര്യയാണ് പറഞ്ഞത്, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നവരാണ്, വെറുതെ അവൾ പറയില്ല, എന്തോ കാര്യമുണ്ട്, അത് കേൾക്കാം. അതെന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞത്, എന്തോ കാര്യമുള്ളതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അവൾ വെറുതെ പറയില്ല, അല്ലെങ്കിൽ അവൻ വെറുതെ പറയില്ല, ഞാനൊന്ന് കേട്ടു നോക്കാം. ഏതു വാക്കും പഠിപ്പുണ്ടായാൽ കേൾക്കുന്നതിന് മുമ്പ് പ്രതികരിക്കും. സാമാജികമായ നമ്മുടെ എല്ലാ സേവന തൽപരതയെയും തട്ടിക്കളയുന്നതാണ്. പ്രാപഞ്ചികമായ സേവനത്തിൽ വാക്ക് മര്യാദാമസൃണമായിരിക്കും, ചിന്ത മര്യാദാമസൃണമായിരിക്കണം, കേൾവി മര്യാദാമസൃണമായിരിക്കണം. അതിനുപയോഗിക്കുന്ന പദമാണ് ഭദ്രം. സർവതോ ഭദ്രമായി കേൾക്കുക. അത് ശീലിച്ചിട്ടുള്ള ഒരുത്തനിരിക്കുന്ന ഓഫീസിൽ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവില്ല. കേൾക്കാൻ ഇരുന്നു കൊടുത്താൽ മതി, മറുപടി പറയുക പോലും വേണ്ട. പല പ്രശ്നങ്ങളും, പല കുടുംബ വഴക്കുകളും ഒന്ന് കേൾക്കാൻ മനസ്സ് കാണിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ കേട്ടില്ലല്ലോ, അതിനു മുമ്പേ തുടങ്ങിയില്ലേ നിങ്ങളുടെ പണി? നേതാവ് കണ്ണൂരെത്തിയിരിക്കുക, വലിയ നേതാവാണ്. തൊട്ടടുത്ത് അനുയായി കണ്ണൂരുകളെ സ്വീകരിക്കാൻ എത്തേണ്ട സമയത്ത് എത്തിയില്ല. കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതാണ്. അനുയായി എല്ലാം അറേഞ്ച് ചെയ്ത് രാത്രി 12 മണിയായപ്പോ ഭാര്യയ്ക്ക് ഒരു അസുഖമാണെന്ന് വിളിച്ചു പറഞ്ഞു. ഉടനെ ഒരു വണ്ടി എടുത്ത് വളരെ കിലോമീറ്റർ അകലെയുള്ളിടത്ത് നിന്ന് ഭാര്യയ്ക്ക് മരുന്നുമൊക്കെ രാത്രി കട തുറപ്പിച്ചെടുത്ത് കൊടുത്ത് ശരിയാക്കി. അത് കഴിഞ്ഞ് തിരിച്ചവിടെ നിന്ന് ഓടി വന്നപ്പോഴേക്ക് 9 മണിക്കുള്ള മീറ്റിങ്ങിന് 9:05 നേതാവ് ചൂടായി. അദ്ദേഹം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ചൂടായി. മനുഷ്യനായാൽ വിവരം ഉണ്ടാകണമെന്ന് പറഞ്ഞ ചൂടാണ്. ഇദ്ദേഹത്തിന് തിരിച്ചു തല്ലാൻ പറ്റില്ല, കാരണം താഴെയുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഔദാര്യത്തിലെ ഇനി കയറിപ്പോകാൻ പറ്റില്ല. ഇത് മുഴുവൻ കേട്ടു. പക്ഷേ അവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ വണ്ടി കൊണ്ടുവരുന്നവൻ അല്പം താമസിച്ചപ്പോ അവരോട് ഇയാൾ പറഞ്ഞു, മനുഷ്യനായ കുറച്ച് വിവരം ഉണ്ടാകും. താഴെയുള്ളവനെ പിന്നെ തല്ലുന്നത്. താഴോട്ട് നമ്മളൊക്കെ എങ്ങനെയാന്ന് തോന്നും. മോളിൽ നിന്ന് ചവിട്ട് കിട്ടിയാൽ ഒരു ചവിട്ടിന് 2 ചവിട്ട് താഴോട്ട് കൊടുക്കും. ഇയാളും ഒരു ചവിട്ട് കിട്ടും. താഴെയുള്ളവനായ അക്ഷോഭ്യനായി നിന്നു. കാരണം വെച്ചാൽ അവനും ഇയാൾ വിചാരിച്ചാല് മുകളിലോട്ട് പോകാൻ പറ്റും. അത് കാരണം രണ്ടുപേരും അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ കൊടുത്ത കാരണം അദ്ദേഹം പിന്നെ മിണ്ടിയില്ല. പിന്നെ രണ്ടുപേരും ഗൗരവത്തിൽ കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്ക് ഒരു വണ്ടിയിൽ യാത്രയാണ്. പരസ്പരം മിണ്ടാതിരിക്കാം. കുറെ നേരമായി. അപ്പൊ അതിനിടയ്ക്ക് രണ്ടാമത് പറഞ്ഞ ആൾ ഡ്രൈവറോട് പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ പെട്ടെന്നൊരു അത്യാവശ്യം വന്നു, വണ്ടിയും കിട്ടി, അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഞങ്ങളെ അവിടെ വിട്ടിട്ട് നീ ഒന്ന് ഓടിപ്പോയി അവിടെ അന്വേഷിക്കണം, എനിക്ക് പോകാൻ നേരമില്ല. ഇങ്ങനെയാണ് ഒരു സൂത്രത്തിൽ അവതരിപ്പിച്ചത്. അപ്പൊ മറ്റേയാൾ പറഞ്ഞു, അത് ആദ്യം പറയണ്ടായിരുന്നു. അപ്പൊ ഇയാൾ ചോദിച്ചത്, ഞാൻ പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നില്ലേ? നമ്മളിൽ പലരും ഇങ്ങനെയാണ്. നമ്മൾ ഒരുപാട് പ്രാപഞ്ചിക സേവനത്തിൽ ഒരുങ്ങി ഇറങ്ങുക. എത്ര ക്ഷമ നമുക്കുണ്ട്, എത്ര നമ്മൾ ശ്രോതാക്കളാണ് വക്താക്കളെക്കാൾ, എത്ര നമ്മൾ മറ്റുള്ളവന്റെ ഹൃദയത്തെ അവന്റെ ഭാഷയിൽ നിന്ന് ഭാഷാതീതമായി ഉൾക്കൊള്ളും. വിദ്വാൻ പരന്മാരുടെ ഹൃത്തടത്തെ ഭാവത്തിനാൽ തന്നെ അറിയുന്നതാണ് വിദ്യാഭ്യാസം. നിങ്ങൾ ഈ പഠിത്തമെല്ലാം കഴിഞ്ഞാൽ മറ്റൊരുവന്റെ ഹൃദയത്തെ വായിക്കാൻ നിങ്ങൾ പഠിച്ചു എങ്കിൽ ആ പഠിത്തം സാർത്ഥകമാണ്. മറ്റൊരുത്തന്റെ വാക്കിനെയും ഹൃദയത്തെയും മറച്ചുവോ നിങ്ങളുടെ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം ശിഥിലമാണ്, അതിന് മൂല്യമില്ല. അതുകൊണ്ട് മനസ്സ്, വാക്ക്, കേൾവി, കാഴ്ച
എല്ലാം ഭദ്രമാക്കുന്നതാണ് പ്രാപഞ്ചിക സേവനം. അതുമാത്രമല്ല, സകല ജീവജാലങ്ങളോടുമുള്ള സമത. ഒരു പ്രാചീന ഗ്രന്ഥത്തിൽ പറയുക, നീ ഈശ്വരന്റെ പൂന്തോട്ടത്തിൽ നിന്ന് ഈശ്വരന്റെ പൂക്കൾ തന്നെ മനോഹരമായി നിൽക്കുന്നതിനെ വാടാൻ പാകത്തിൽ പറിച്ച് ഈശ്വരന്റെ ഉൽപാദനങ്ങളിൽ അർപ്പിച്ച് നിന്റെ സ്വാർത്ഥത നേടാൻ ഒരുങ്ങുന്നു. നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ പൂവിന്റെ ധർമ്മത്തെക്കുറിച്ച്? നീ ഒരിക്കലെങ്കിലും